അന്ന് കുട്ടിക്ക് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ആ പേടി മാറ്റാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരുപാട് ആളുകൾക്ക് അത് മാറ്റാൻ പറ്റും. ഓരോ ദിവസം കൂടുന്തോറും ഇതിന്റെ പേടി കൂടി വരികയാണ്. ഹായ്, നമസ്കാരം. നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ലോകം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്ന ഒരു കാര്യമാണ്. ആ പേടി കാരണം ഒരുപാട് ജീവിതത്തിലെ അവസരങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. എന്താണ് ആ പേടി എന്നുള്ളതല്ലേ? പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞൊരു പേടിയാണ്. സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മളെ കൈ വിറയ്ക്കും. അതുപോലെ തന്നെ ഒരു നാലാള് കൂടി നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം അറിയുന്ന കാര്യമാണ്, അത് പറയാൻ പറഞ്ഞാലും നമുക്ക് പേടിയാണ്. അപ്പൊ ഈ പേടി കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം, അതല്ലെങ്കിൽ പേരൻസ് തീരുമാനിക്കണം. നമ്മുടെ മക്കൾക്ക് ഈ ഒരു പേടി ഉണ്ടാവരുത്. അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഈ പേടി കാരണം അവർ ഉൾവലിയാനുള്ള ചാൻസ് ഉണ്ടാവരുത്. നമ്മുടെ മക്കളുടെ ഈ പേടി കാരണം അവർക്ക് ഭാവിയിൽ കിട്ടാവുന്ന അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടാവരുത്. അതുകൊണ്ട് ഒരൊറ്റ കാര്യമുള്ളൂ, കുട്ടികളെ നിങ്ങൾ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് പോലെ, എന്താണ് പേരൻസ്, നമ്മുടെ കുട്ടികളെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ എന്ത് പഠിപ്പിക്കണം? പബ്ലിക് സ്പീക്കിംഗ് അവരുടെ ഒരു പാർട്ടാക്കി മാറ്റൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ? നമ്മളെ സ്കൂളിൽ വെച്ചുകൊണ്ടും വീട്ടിൽ നിന്നൊക്കെ നമ്മൾ നന്നായി പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അവരാഗ്രഹിക്കുന്ന എഞ്ചിനീയറിങ്ങും MBBS അതുപോലെ തന്നെ ഏറ്റവും നല്ല നല്ല കോഴ്സുകളൊക്കെ പഠിച്ച് അവർ റാങ്ക് ഹോൾഡേഴ്സ് ആയി വരെ മാറുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ പബ്ലിക് സ്പീക്കിംഗ് ഇല്ലാത്തതിന്റെ പേരിൽ അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. നാലാൾ കൂടി നിൽക്കുന്ന സമയത്ത് എന്റെ പ്രൊജക്ട് ഇന്നതാണ് എന്ന് ധൈര്യസമേതം കോൺഫിഡന്റ് ആയിട്ട് പറയാനുള്ള ഒരു പേടി കുട്ടിക്ക് ഒരുപക്ഷെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അന്ന് കുട്ടിക്ക് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ആ പേടി മാറ്റാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരുപാട് ആളുകൾക്ക് അത് മാറ്റാൻ പറ്റും. ഓരോ ദിവസം കൂടുന്തോറും ഇതിന്റെ പേടി കൂടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കണം. പേരൻസ് അതിന് സമയം കണ്ടെത്തണം. അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കണം. ഞാൻ പറയുന്നു, ടീച്ചേഴ്സ്, നമ്മളെ സ്കൂളിൽ എന്തുകൊണ്ട് നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് ഒരു അവയർനെസ് പോലെ, അതല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ വർക്ക്ഷോപ്പ് പോലെ പബ്ലിക് സ്പീക്കിംഗ് സ്കൂളിലും നടത്താനുള്ള ഒരു ചാൻസ് ഉണ്ടാവണം. അത് കുട്ടികളുടെ ഇനിയുള്ള വളർച്ചയിൽ, ഇനിയുള്ള ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, ആ മേഖലയിൽ അവർ നമ്പർ 1 ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്കില്ല് ചെറുപ്പത്തിൽ കൊടുക്കണം. അതിനായി ഞങ്ങൾ ഒരുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ECPS എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചു, എന്താണ് ECPS? എവിടെയും കേൾക്കാത്ത പേരാണ്. പബ്ലിക് സ്പീക്കിംഗ് എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണ് ECPS? ECPS എന്ന് പറഞ്ഞാൽ എനർജറ്റിക് കോൺഫിഡന്റ് പബ്ലിക് സ്പീക്കിംഗ് ആണ്. എന്താണ് പബ്ലിക് സ്പീക്കിങ്ങിന് മുന്നേ ഈ രണ്ട് സാധനത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു തരട്ടെ. എനർജി ആൻഡ് കോൺഫിഡൻസ്. ഇപ്പോ എന്നെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഒക്കെ ജീവിതത്തിൽ നേരിടും. ഒരുപാട് കാര്യങ്ങൾ ചലഞ്ചസ് നേരിട്ട് ഒരുപാട് നേട്ടങ്ങളും ജീവിതത്തിൽ നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ മറ്റുള്ളവർ ഓർക്കുന്നത്, എന്നെ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും എനർജി ആയിട്ടിരിക്കുന്ന ഒരു ദീപക് എന്ന് കേൾക്കാനാണ് എനിക്ക് ആവശ്യം. കാരണം എന്താ, എന്റെ കൂടെയുള്ള ആളുകൾക്ക് നമുക്കൊരു എനർജി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതല്ല നമ്മൾ ഏറ്റവും നല്ലത്. മറ്റുള്ളവർക്ക് സങ്കടങ്ങൾ കൊടുക്കുന്നതിനേക്കാളും നല്ലത്, മറ്റുള്ളവരുടെ നെഗറ്റീവുകൾ പറയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ എനർജി മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. സോ ഒരു പബ്ലിക് സ്പീക്കർ അതിൽ സ്റ്റേജ് വെച്ച് സംസാരിച്ചാലും, ഒരു 1-to-1 ഇരുന്ന് സംസാരിച്ചാലും, ഒരു ഗ്രൂപ്പിൽ സംസാരിച്ചാലും, ഒരു യൂട്യൂബ് വീഡിയോ ഇടുകയാണെങ്കിലും തീർച്ചയായിട്ടും ആ പബ്ലിക് സ്പീക്കർ ഒരു എനർജറ്റിക് ആവണം. എനർജിയുള്ള വ്യക്തികളെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. എനർജിയുള്ള വ്യക്തികളാണ് ലീഡേഴ്സ് ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. സോ എനർജി നിർബന്ധമായിട്ടും വേണം. അതുപോലെയാണ് കോൺഫിഡൻസ്. എല്ലാ കാര്യത്തിലും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന മേഖല എന്താണോ, നമ്മൾ സെലക്ട് ചെയ്ത മേഖല എന്താണോ, അവിടെ നമ്മൾ ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത്, അതല്ലെങ്കിൽ ആ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ പക്ക കോൺഫിഡന്റ് ആവണം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിന് എനർജറ്റിക് കോൺഫിഡന്റ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 10 കോഴിക്കോട് വെച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിയാഫിയ വെൽനസ് എന്ന് പറയുന്ന കോഴിക്കോടുള്ള സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് ECPSന്റെ ഒരു ഫസ്റ്റ് ഓറിയന്റേഷൻ വെച്ചു. ഇപ്പൊ നിങ്ങൾ ഈ താഴെ കുറേ വീഡിയോസ് അതുമായി കണക്ട് ചെയ്ത് വീഡിയോസ് കാണുന്നുണ്ടാവും. ഒരുപാട് ചലഞ്ചസ് ആയിരുന്നു. ഒരുപാട് എന്നെ ആൾക്കാരോട് പറഞ്ഞു, ദീപക്കെ വലിയ ആളുകളെ പഠിപ്പിക്കാൻ എളുപ്പമാണ്, എങ്ങനെയാണ് കുട്ടികളെ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുക? ചലഞ്ച് തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് കുട്ടികളുമായിട്ട് ഇടപഴകാൻ ഇഷ്ടമാണ്.
പക്ഷെ ഒരു കാര്യം നമ്മളെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു, ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആക്കി. പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ അഡൽട്ട് മുന്നിലിരുന്ന് ഒരുപാട് ട്രെയിനിങ്സ് ഞാൻ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്കും എന്നെക്കാൾ പ്രായമുള്ളവരും കൊടുക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെറിയ ചെറിയ കുട്ടികൾ മുതൽ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അപ്പൊ അതുകൊണ്ട് തന്നെ ECPS അതൊരു പ്രോഗ്രാം ആയിട്ട് പ്രൊജക്റ്റായി തന്നെ നമ്മൾ ലോഞ്ച് ചെയ്തു. എനിക്കാവശ്യമാണ്, ഞാൻ നാളത്തെ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള വലിയൊരു കോൺട്രിബ്യൂഷന്റെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് ലോഞ്ച് ചെയ്യുന്നു. ECPS എന്ന് പറഞ്ഞാൽ സ്റ്റേജിനെ, മൈക്കിനെ, ആളുകളെ, പബ്ലിക്കിനെ പേടിക്കാത്ത ഒരു നല്ല നാളേക്കായി ഇന്ന് തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ECPS എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഒരു പ്രൊജക്റ്റ് ആയി തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ECPSനെ കുറിച്ച് കൂടുതൽ അറിയാൻ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ECPSന്റെ ഫസ്റ്റ് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ കുട്ടിയുടെ താല്പര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് വേണ്ടത് കുട്ടികൾ മാത്രമല്ല, പേരൻസിന്റെയും കൂടെ അറ്റൻഷൻ വേണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഇത് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നാളത്തെ ഒരു എനർജറ്റിക് കോൺഫിഡന്റ് പബ്ലിക് സ്പീക്കർ ആയിട്ട് നിങ്ങളുടെ കുട്ടികളെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അവരുടെ മേഖലയിൽ അവർ നാളത്തെ നമ്പർ 1 ഒരു ലീഡേഴ്സ് ആയിട്ട് അതോറിറ്റിയോടുകൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന മക്കളായിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും കുട്ടികളെ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കാനുള്ള ചാൻസ് ഒഴിവാക്കരുത്. തീർച്ചയായിട്ടും പഠിപ്പിക്കണം, അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരെയും ECPS പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, ദീപക് VV, ദ വെൽനസ് പാർട്ട്ണർ.